ഹായ് മക്കളെ, ജിയോപോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിത മിസ്സാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ എക്സാമൊക്കെ ഇങ്ങ് അടുത്തെത്തി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കൺഫ്യൂഷൻ ആവും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എക്സാമിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക മിസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓരോ സ്കൂളുകളിലും ഓരോ പോലെയും ചിലപ്പോൾ 2 യൂണിറ്റ് ആണ് ശരിക്കും ഉള്ളത്. നമ്മുടെ ഇയർ പ്ലാൻ അനുസരിച്ച് 2 യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ട്. അതിൽ ചില സ്കൂളിൽ എന്താണ് അഡ്മിഷനും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയവരുണ്ടാവും, 2 യൂണിറ്റ് ഒന്നും കംപ്ലീറ്റ് ആക്കാത്തവരൊക്കെ ഒരുപാടുണ്ടാവും. എന്തായാലും സ്കൂളാണല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ 2 യൂണിറ്റാണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഏത് വിധയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് നോക്കി പോകേണ്ടത് എന്നതുള്ളതൊക്കെ. ഓക്കെ, ഇനി മക്കളെ ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് അറിയാടാ, നിങ്ങളുടെ ഈ ഒരു ഓണത്തിൻ്റെ എക്സാമിന് നമ്മുടെ മാതൃഭൂമി കവിത ആരുടെടാ? മൈഥിലി ശരൺ ഗുപ്തജിയുടെ. എൻ്റെ മക്കൾ മറക്കരുത്. പിന്നെ നിങ്ങളോട് പറയുകയാണ് എൻ്റെ മക്കളോട്, എന്താണ് അതൊക്കെ ബേസാണ്. മാതൃഭൂമി കിസ് വിധ की रचना है. ഏത് വിധയാണടാ? കവിത. ആരുടെയാണടാ? മൈഥിലി ശരൺ ഗുപ്തജിയുടെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കവിതയായാലും അവിടെ ആസ്വാദന ടിപ്പണി മസ്റ്റാണ്. അത് അത്രയേ വരുള്ളൂ, കൂടുതലൊന്നും വരില്ല കേട്ടോ. വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് അത് മസ്റ്റാണ്. അത് എല്ലാ ചാപ്റ്റേഴ്സും ചോദിക്കുക. 1 മാർക്കിനും 2 മാർക്കിനും അത് ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അതിന് പുറമെ ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ആശയലിഖിനേക്കില്ലേ 6 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പറയാൻ പറ്റില്ല, ഇനി 8 മാർക്കിന് ചോദിക്കാം. പക്ഷെ 6 മാർക്കിനാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ആസ്വാദന ടിപ്പണി. മറക്കരുത്. അപ്പം മാതൃഭൂമി കവിതയാണ് മൈഥിലി ശരൺ ഗുപ്തജിയുടെ. നീലാംബർ പരിധാൻ ഹരിത തട്ട് പർ സുന്ദർ ഹേ. മറക്കരുത് കേട്ടോ കവിതയൊന്നും. ഓക്കെ, ഇനി 2ാമത്തെ ചാപ്റ്റർ ബേട്ടി കെ നാമുണ്ട് മക്കളെ. ജവാബി പത്രാണ് ബഹദൂർ സഫർജിയുടെ. ആരുടെയാണെടാ? നമ്മുടെ ദില്ലിക്ക് അന്തിം മുഗൾ ശാസകനായിട്ടുള്ള അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂർ ഷാ സഫർജി തൻ്റെ മകളായിട്ടുള്ള കുൽസും ജമാനി ബീഗം കേലിയെ അവർക്ക് വേണ്ടി അവർ എഴുതിയ ജവാബി പത്രം, മറുപടി കത്താണ് ബേട്ടി കെ നാം കിസ് വിധ കി രചന ഹൈ. അത് ചോദിച്ചാൽ എഴുതാം. ജവാബി പത്രം 1 മാർക്ക് നിങ്ങൾക്ക് സ്വന്തം കേട്ടാ. അപ്പൊ അതിൽ നിന്ന് ചോദിക്കുക. വെരി ഷോർട്ട് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അതേപോലെ പത്രം ചോദിക്കാം, ഡയറി ചോദിക്കാം, ചരിത്രപ്പെട്ട ടിപ്പണി ചോദിക്കാം, സ്വഭാവ സവിശേഷതകൾ അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഇൻട്രൊഡക്ഷൻ നൽകിയതാണ്, കാരണം ഇത്രയൊക്കെ ചോദിക്കാം എന്നുള്ളത്. ഇനി നമ്മുടെ ലൈവിന് നമ്മൾ സെറ്റാക്കും. ഏതൊക്കെ ഡയറി ആയിക്കോട്ടെ, അതേപോലെ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, വിജ്ഞാപനം ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, മിസ് ഉണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ മക്കളെ. ഇനി അടുത്തത് മേരെ ഭാരദ്വാസിയും. നമുക്കറിയാം അതൊരു ഭാഷണമാണ്. ആരുടെയാടാ? ജവഹർലാൽ നെഹ്റുജിയുടെ ഭാഷണമാണത്. അതിൽ നിന്ന് സംക്ഷേമം പ്രതീക്ഷിക്കാം, ബാത്ചീത് പ്രതീക്ഷിക്കാം, ഡയറി ഒരു പത്രം പ്രതീക്ഷിക്കാം. മേരെ ഭാരത്വാസിയോ, എൻ്റെ ഭാരതത്തിലെ ജനങ്ങളെ, എൻ്റെ ഭാരതീയരേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു ഭാഷണമാണ് അല്ലെ. സ്പീച്ചിനടച്ചില്ലേ? എസ് ജവഹർലാൽ നെഹ്റുജിയുടെയാണ്. അടുത്തത് സുറിനാമി പെഹ്ലാദിൻ എന്ന് പറഞ്ഞിട്ട് എക് സഫർനാമ, ഒരു യാത്രാ വിവരണമാണ് ഹിമാൻഷു ജോഷിജിയുടെ. എൻ്റെ മക്കൾ മറക്കരുത്, ഈ സഫർനാമ എന്നുള്ള പേര് നിങ്ങൾ മറക്കരുത്. സഫർനാമ യാത്രാ വിവരണം. ആരുടെ? ഹിമാൻഷു ജോഷിജിയുടെ യാത്രാ വിവരണം. അതിൽ നിന്ന് ഇതേ പറഞ്ഞ പോലെ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അത് ഞാൻ മിസ് എടുത്ത് പറയുന്നില്ല. പിന്നെ വാർത്താലാപ്, പത്ര, ഡയറി, ഇതൊക്കെ മസ്റ്റാണ്. എന്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് ലൈവിന് വരുന്നതായിരിക്കും. എൻ്റെ മക്കൾ ലൈവ് കാണാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചോളൂ. ലൈവിന് നമുക്ക് സെറ്റാക്കാം. ഓക്കെ മക്കളെ. അടുത്തത് മേരെ ലാൽ എന്ന് പറഞ്ഞുള്ള പദമുണ്ട് മക്കളെ. നമ്മുടെ സൂർദാസ്ജിയുടെ പദ്. सदमुख देखी जसोदा फूली, आश्रित देखी दूध की दंदियां, പ്രേം മഗ്ന തനു की സുധി बोली അല്ലേ. ഇത്ര മനോഹരമായിട്ടുള്ള സൂർദാസ്ജിയുടെ പദമാണ് അല്ലേ. മറക്കും നമ്മൾ ഇല്ല. ഇനി വെരി ഷോർട്ട് ക്വസ്റ്റ്യൻ സമാനാർത്ഥി ശബ്ദമൊക്കെ ചോദിക്കാം, ഭാവാർത്ഥ ആസ്വാദന ടിപ്പണി ചോദിക്കാം, വാർത്താലാഭം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. മറക്കരുത്. ഇനി ദോസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമി ഗീതി, ഹേ ദോസ്തി ഹം നഹീ തോടെങ്കേ എന്ന് പറഞ്ഞിട്ട് എത്ര മനോഹരമായിട്ടുള്ള ഹിന്ദി സോങ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനന്ദ് ബക്ഷിജിയുടെയാണ്. അതിൽ നിന്ന് ടിപ്പണി ചോദിക്കാം. ദോസ്തിക്ക് ബാരേമേ ലിഖ്നെ ലിയേ അതും ചോദിക്കാം. ഒക്കെ നമ്മൾ സെറ്റാക്കും. ലൈവിനെ നമ്മൾ സെറ്റാക്കും കേട്ടോ. ഇനി ലാസ്റ്റ് പാരിഭാഷിക് ശബ്ദാവലി.
നമ്മുടെ ഈ യൂണിറ്റിൽ ഉണ്ടാവില്ല, ആ യൂണിറ്റിൽ ഉണ്ട് കേട്ടോ, മറ്റേനാണ്, ഞാൻ +1 ഒരു ഓർമ്മയിലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, പാരിഭാഷിക് ശബ്ദാവലി ഉണ്ട്, ടെക്നിക്കൽ ടേംസ്, അത് പിന്നെ 8 മാർക്കിന് മസ്റ്റാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, അത് മാത്രം പഠിച്ചു വെച്ച് പോയാൽ മതി 8 മാർക്കിന്. ഓക്കെ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഓണത്തിൻ്റെ എക്സാമിന്. എൻ്റെ മക്കൾ നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. അതേപോലെ എക്സാമിനെ സംബന്ധിക്കുന്ന ഒരുപാട് നിങ്ങൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലൈവിന് നമ്മൾ സെറ്റാക്കുന്ന ലൈവിന് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. എൻ്റെ മക്കൾ പേടിക്കേണ്ട. അതേപോലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷനായിട്ട് ഞാനൊരു വീഡിയോ നിങ്ങളുടെ തൊട്ട് പിറകെ തന്നെ ഇതിൽ നിന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ എപ്പോഴും എജ്യു പോയിട്ടുണ്ട്, അതേപോലെ ഹിന്ദിയിലേക്ക് ഹരിത മിസ്സുണ്ട്. എൻ്റെ മക്കളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട. ഓക്കെ മക്കളെ, ധന്യവാദ്.